ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഫൈനലി ഡൂഡ് ബിഗ് ബോസിനകത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. ഐ എം സോ ഹാപ്പി ഫോർ ഹിം. കാരണം ഞങ്ങളുടെ ഒരു ലോങ് ടൈം ആയിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഡൂഡ് ബിഗ് ബോസ് ഹൗസിനകത്ത് പോകണം എന്നുള്ളത്. ഇനി എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ പോവില്ല എന്ന് ഉറപ്പിച്ചതാണ്. സോ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരാളെങ്കിലും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ പോകണം. അത് വേറൊന്നും കൊണ്ടല്ല, അതിനകത്ത് എന്താണ് നടക്കുന്നത് എന്ന് വന്നു കഴിഞ്ഞിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഐ എം സോ ഹാപ്പി ഫോർ യു ഡൂഡ്. പക്ഷെ എനിക്ക് കുറേ മെസ്സേജസ് വരുന്നുണ്ട്, കുറേ റീലുകൾ ആൾക്കാർ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. ഡൂഡാകെ നമ്മളെല്ലാവരെയും ഡിസപ്പോയിന്റഡ് ആക്കി. കാരണം സ്റ്റേജിൽ ചെന്ന പാടെ തന്നെ ആരാണ് ഫേവറേറ്റ് ഗെയിമർ അല്ലെങ്കിൽ നല്ല ഗെയിമർ പ്ലെയർ ആരാണെന്ന് ചോദിക്കുമ്പം ഗബ്രീനെയാണ് പറഞ്ഞത്. അവിടെ ഒരു ഗെയിമും കളിക്കാണ്ട് വെറും റൊമാൻസ് മാത്രം തുപ്പുന്ന ഗബ്രീനെ എന്താ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ഡൂഡ് ഗെയിമർ എന്ന് വിളിച്ചതെന്നും അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. മേ ബി ഡൂഡിന് എന്തെങ്കിലും സ്ട്രാറ്റജി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സർക്കാസം ആയിരിക്കാം ഉദ്ദേശിച്ച. ഐ ഡോണ്ട് നോ. അതിപ്പോ ഡൂഡിന് മാത്രമേ അറിയുള്ളൂ എന്തിന്റെ ബേസിലാണ് ഗബ്രി ഒരു പ്ലെയർ ആണ് എന്ന് പറഞ്ഞതെന്ന്. എനിക്കും യോജിപ്പില്ല. മേ ബി ഞാൻ പറഞ്ഞില്ല, നമുക്കറിയില്ല ഡൂഡിന് എന്താണ് ഡൂഡിന്റെ മൈൻഡിൽ വർക്ക് ആവുന്നതെന്നുള്ളത്. ഐ റിയലി ഡോണ്ട് നോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുപേര് പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടനെ ഹഗ് ചെയ്തില്ല പോകുന്ന സമയത്ത്. അതൊക്കെ ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആണ്. ഹഗ് ചെയ്യണം എന്ന് അവിടെ നിയമം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഇന്ന വ്യക്തിനെ ഹഗ് ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ളത്. റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു ഹഗ്ഗിൽ മാത്രമാണ് റെസ്പെക്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എവിടെയും ഒരു ഡിസ്റെസ്പെക്ട്ഫുള്ളി സംസാരിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരുന്നു. ഹഗ് ചെയ്യുന്നതെല്ലാം ഒരാളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആണ്. സോ അതിലൊന്നും നിങ്ങൾ ഇടപെടേണ്ട കാര്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഡിസപ്പോയിന്റഡ് ആയത് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യം സംഭവിച്ചത്. എന്നെ പേഴ്സണലി ഡിസപ്പോയിന്റഡ് ആക്കിയ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡൂഡ് അതിനകത്ത് പോയിട്ട് ജാസ്മിനോട് പുറത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളത് പറഞ്ഞു കൊടുത്തു. അതായത് അഫ്സലിന് നിന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ. അപ്പൊ ജാസ്മിൻ എന്നെ വിശ്വാസമില്ല എന്നാണോ പറഞ്ഞേ? നീ എന്താ പറഞ്ഞേ? എന്നെ വിശ്വാസമില്ല എന്ന് പറഞ്ഞോ? അപ്പൊ ഡൂഡ് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല, പുറത്തു വന്നിട്ട് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാന്നാണ്. അപ്പൊ ജാസ്മിനോട് സമാധാനമായി. കാരണം ഭാഗ്യം, അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഞാൻ എന്തായാലും വെളുപ്പിക്കും വന്ന് കരഞ്ഞിട്ട്. അതിലെന്തായാലും അഫ്സല് വീഴും. അത് ജാസ്മിനും അറിയാം, എനിക്കും അറിയാം, കാണുന്ന എല്ലാവർക്കും അറിയാം. ഒരു കാര്യം ഞാൻ വളരെ ഗ്യാരണ്ടി ആയിട്ട് പറയാം, അഫ്സൽ എന്തായാലും ജാസ്മിനെ കല്യാണം കഴിക്കും. കാരണം ജാസ്മിൻ വന്നു കഴിഞ്ഞിട്ട് ആ കൈ എന്റേതല്ല, ആ കഴുത്ത് എന്റേതല്ല, ആ വായ എന്റേതല്ല, ആ നാവ് എന്റേതല്ല, ആ മൂക്കട്ട എന്റേതല്ല, ആ തുപ്പൽ എന്റേതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്സൽ വിശ്വസിക്കും. കാരണം അഫ്സലിന്റെ ആകെ ഒരു 10 മിനിറ്റോ 14 മിനിറ്റോ ഉള്ള വോയിസേ ഞാൻ കേട്ടിട്ടുള്ളൂ. എനിക്ക് ആ പറയുന്ന വ്യക്തിനെ പേഴ്സണലി പരിചയമില്ല. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അഫ്സലിന് ജാസ്മിൻ എത്രത്തോളം ഇഷ്ടമാണ് എന്നുള്ളതും. അല്ലെങ്കിൽ ഇനി വന്നു കഴിഞ്ഞിട്ട് ജാസ്മിൻ വെളുപ്പിച്ചു കഴിഞ്ഞാൽ അഫ്സൽ അതിൽ വീഴും എന്നുള്ള കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹാപ്പൻ. അതിലിപ്പോ അതൊക്കെ അഫ്സലിന്റെ പേഴ്സണൽ ആയിട്ടുള്ള താല്പര്യമാണ്. ജാസ്മിനെ കല്യാണം കഴിക്കുന്ന അത് അപ് ടു ഹിം. പക്ഷെ ഈ ഒരു കാര്യം എന്നെ വല്ലാണ്ട് ഡിസപ്പോയിന്റഡ് ആക്കി. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഡൂഡ്. കാരണം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ സീസണിന്റെയും റിവ്യൂ ചെയ്തൊരു വ്യക്തിയാണ് ഡൂഡ്. ഡൂഡിന് അറിയാം അത് പുറത്തുള്ള കാര്യങ്ങൾ അതിനെ ഉള്ളിൽ പോയി പറയാൻ പാടില്ല എന്നുള്ളത്. ഡൂഡ് വളരെ കൃത്യമായിട്ട് ജാസ്മിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അഫ്സൽ നിന്റെ ഇവിടുത്തെ കളിയിൽ അഫ്സൽ തൃപ്തനല്ല, അല്ലെങ്കിൽ അഫ്സലിന് കുറച്ച് ഡൗട്ട്സ് കാര്യങ്ങളുണ്ട്, ഹീസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി വിത്ത് ദിസ് എന്നുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് വാർണിംഗും കൂടെ കൊടുക്കുന്നുണ്ട്, സായി ഇത് ശരിയല്ല പുറത്തുള്ള കാര്യങ്ങൾ പറയുന്നേ എന്നുള്ളത്. അപ്പൊ കുറച്ചു പേര് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി ഈ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ഇമോഷണലി ഡൗൺ ആവും, അപ്പം അത് ലൈക്ക് അവളുടെ ഗെയിമിനെ ബാധിക്കും, അതുകൊണ്ടായിരിക്കാം. നോ, ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് അവളുടെ വാപ്പ വിളിച്ച് ഞെട്ടിച്ചിട്ട് 1% പോലും കൂസലില്ലാത്ത ആള് ഈ പറയുന്ന അഫ്സലിന് പുറത്ത് പ്രശ്നമാണെന്ന് വെച്ചിട്ട് എന്ത് ഇമോഷണലി ഡൗൺ ആവാനാണ്? വാപ്പാനേക്കാളും വലുതാണോ ഈ അഫ്സല്? സീരിയസ്ലി ബഡി. അപ്പൊ അതെനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടില്ല ആ ഒരു സാധനം പറഞ്ഞു കൊടുത്തത്. ഐ ഡോണ്ട് നോ വൈ. പുറത്ത് കണ്ടിട്ടുള്ളതും അതിനകത്തുള്ളതും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. മേ ബി ഐ ഡോണ്ട് നോ, ഗെയിമിന്റെ ഭാഗമായിരിക്കാം, സ്ട്രാറ്റജി ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഇസ്. ബട്ട് ദ ഡൂഡ് ഐ നോ ഇതല്ല. ഇപ്പൊ നിങ്ങൾ ഹൗസിനകത്ത് കാണുന്ന ആളല്ല എനിക്കറിയുന്ന സീക്രട്ട് ഏജന്റ് ഡൂഡ്. ഓക്കെ, ദെൻ വന്നിട്ട് മുന്നാക്കാന്റെ ഒരു വോയിസ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. അതായത് അബൌട്ട് ജാസ്മിൻ. മുന്നൊക്കെ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അഫ്സൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ 7 month ആയിട്ട് വി വെർ ഡേറ്റിംഗ്,
അപ്പം മുന്നാക്ക പറഞ്ഞു ഞങ്ങൾ ബ്രേക്കപ്പ് ആയിട്ട് 7 months ആവുന്നതേ ഉള്ളൂ, 7 months ആയതേ ഉള്ളൂ. ദാറ്റ് മീൻസ് മുന്നാക്ക ഉള്ള സമയത്ത് തന്നെ ജാസ്മിൻ വാസ് ഇൻ എ റിലേഷൻഷിപ്പ് വിത്ത് അഫ്സൽ. അസ്ലിന്റെ കല്യാണത്തിന് എങ്ങനെയാണ് കണ്ടേ അങ്ങനെ പറയുന്നുണ്ട്. ദെൻ വന്നിട്ട് ഈ ഒരു പെട്ടെന്നാണ് എൻഗേജ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ജാസ്മിൻ പറയുന്നത്. ഇങ്ങനെ ഒരു എൻഗേജ്മെന്റ് ഉണ്ട്, മുന്നാക്കാനോടൊരു പെർമിഷൻ ചോദിക്കുന്നത്, എൻഗേജ്മെന്റിന് ഞാൻ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോഴും ഇഷ്ടമാണോ, ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ, അല്ല നിങ്ങൾ തിരിച്ചു വരുന്നുണ്ടോ. അതിന് മുന്നേയും ജാസ്മിൻ മെസ്സേജുകൾ അയച്ചിട്ട് പിന്നെ മുന്നാക്കാനോട് നമുക്ക് പാച്ചപ്പ് ആവാം എന്ന്. അപ്പം അഫ്സൽ ഉണ്ട്, അഫ്സൽ വാസ് ദേർ. ഈ മുന്നാക്കാനോട് ഇത് അഫ്സലിനെ അറിയോ എന്നുള്ളത് എനിക്കറിയില്ല, മുന്നാക്കാന്റെ വോയിസ് കേട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം. അഫ്സൽ ഉണ്ടാവുമ്പോഴാണ് ജാസ്മിൻ മുന്നാക്കാനോട് നമുക്ക് പാച്ചപ്പ് ആവാം എന്ന് പറഞ്ഞത് എന്നാണ് മുന്നാക്ക പറയുന്നുള്ളത്. ഓക്കെ, അതിന്റെ സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്. മെസ്സേജ് അയച്ചതിന്റെയും എല്ലാത്തിന്റെയും സ്ക്രീൻഷോട്ടുകൾ എനിക്ക് പേഴ്സണലി ഞാൻ കണ്ട കാര്യങ്ങളാണ്. മുന്നാക്ക കള്ളത്തരമല്ല പറയുന്നത്. ഓക്കെ, അപ്പം എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. നമുക്കറിയില്ല എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത്. എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഇത്രയും കഥകൾ കേട്ട സ്ഥിതിക്ക് ഫസ്റ്റ് സിയാദ് വന്ന് പറഞ്ഞു, സിയാദ് ഏകദേശം എൻഗേജ്മെന്റ് മുട്ടായി കൊടുപ്പോ അങ്ങനെ എന്തോ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ടാങ്കോയിൽ പോവുകയും മുന്നാക്കാനെ പരിചയപ്പെടുകയും സിയാദ് ഉള്ള ടൈമിൽ തന്നെ മുന്നാക്കാനെ ഇഷ്ടപ്പെടുകയും അത് കഴിഞ്ഞ് മുന്നാക്കയുമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ ഇടയിലാണ് മുന്നാക്ക ഉണ്ടാകുമ്പോൾ അഫ്സൽ വരുന്നത്. അപ്പോഴും ലൈക്ക് ഇങ്ങനെയാണ് ഇത് കണ്ടിന്യൂ, നിങ്ങൾക്ക് അതൊന്ന് സിങ്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പം ഇപ്പം അഫ്സൽ ഉള്ള സമയത്ത് മുന്നാക്ക പറയുന്നുണ്ട് എന്താണോ ജാസ്മിനും ഗബ്രിയും അതായിരുന്നു അഫ്സലും ജാസ്മിനും മുന്നാക്ക ഉള്ള സമയത്ത്. സോ എന്താ പറയുന്നത്, സിയാദ് പറയുന്നു എന്താണോ ഗബ്രിയും ജാസ്മിനും അതായിരുന്നു മുന്നാക്കയും ജാസ്മിനും എന്ന്. ഇതിപ്പോ എന്താ പറയല്ലേ, വാട്ട് എവർ. എന്റെ അഭിപ്രായത്തിലുണ്ടല്ലോ ഇപ്പം അഫ്സൽ മുന്നാക്കാനോട് വളരെ കൃത്യമായിട്ട് ഒരു കോൺവെർസേഷൻ നടത്തുന്നത് നന്നായിരിക്കും. ഓക്കെ, ഈ ബിഗ് ബോസ് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും അല്ലെങ്കിൽ നമ്മൾ ബോധേഡ് ആയിരിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിലോ, ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ വരും. നമ്മൾ ചിലപ്പോൾ 1ാം ക്ലാസ്സിൽ പ്രേമിച്ചതൊക്കെ വരും, അതൊരു കോലുമുട്ടായിക്ക് വേണ്ടി നമ്മൾ ബ്രേക്കപ്പ് ആയതൊക്കെ വരും. നമ്മളെ പാസ്റ്റ് ലൈഫ് നമ്മളിപ്പം മറന്ന് മറ്റേ ഒരു ഓർമ്മയില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ പറഞ്ഞതുപോലെ വരും. മര്യാദക്ക് കളിച്ചാൽ വരില്ല. എന്തെങ്കിലും ഒരു നെഗറ്റീവ് പുറത്ത് വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ മതി. പിന്നെ അങ്ങോട്ട് ഇങ്ങനെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ 1ാം ക്ലാസ്സിലെ കോലുമുട്ടായി വരെ പബ്ലിക്കായിട്ട് വരും. അതാണ് ആ ഷോന്റെ ഏറ്റവും വലിയ ഫോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്നും നമുക്ക് അറിയില്ല, കൃത്യമായിട്ട് അറിയില്ല. പിന്നെ പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഞാൻ ആ മെസ്സേജസും കാര്യങ്ങളും ഒക്കെ കണ്ട ഒരു വ്യക്തിയാണ്. ഈ പറഞ്ഞ മുന്നാക്ക പറഞ്ഞതിൽ ഒരു രീതിയിലുള്ള കള്ളത്തരവുമില്ല. ജാസ്മിൻ അയച്ചുകൊണ്ടിരുന്ന മെസ്സേജുകൾ എന്റെ ഈ 2 മനോഹരമായ നയനങ്ങൾ കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം. ഡൂഡ് എന്താണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഞാൻ നോക്കട്ടെ. ലൈവ് ഞാൻ കണ്ടിന്യൂസ്ലി ഇരുന്ന് കാണുന്നുണ്ട്. ഇത്തിരി ദിവസം ഞാൻ ലൈവ് ഒന്നും കണ്ടിരുന്നില്ല, കാരണം നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾ അതിനകത്ത് ഉണ്ടാവും, നമ്മൾ ഓബ്വിയസ് ആയിട്ടും കാണും. ഡൂഡ് ലൈക്ക് എന്താ പറയാ, 2 കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഒന്ന്, ഗബ്രി ഒരു ഗുഡ് പ്ലെയർ ആണ് എന്ന് പറഞ്ഞതിനോട് എനിക്ക് പേഴ്സണലി വിയോജിപ്പുണ്ട്. പിന്നെ ഒന്ന്, ജാസ്മിന്റെ അടുത്ത് പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിനോടും എനിക്ക് വിയോജിപ്പുണ്ട്. ഇതിപ്പോ എനിക്കറിയില്ല, ഇത് ഫസ്റ്റ് ഡേ ആണ്. കുറച്ച് കഴിയുന്ന സമയത്ത് ചിലപ്പം ഡൂഡിന്റെ വായിൽ നിന്ന് തന്നെ അത് വീഴാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളതും, അല്ലെങ്കിൽ ഗബ്രി ഒരു പ്ലെയർ ആണെന്ന് എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. മേ ബി ഇറ്റ് വിൽ ബി എ സ്ട്രാറ്റജി, അറിയില്ല. പക്ഷെ കുറെ നെഗറ്റീവ്സ് വരുന്നുണ്ട് കേട്ടോ, കുറെ നെഗറ്റീവ്സ് വരുന്നുണ്ട്. ലൈക്ക് നമ്മൾ ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് സീക്രട്ട് ഏജന്റ് പോകുന്ന സമയത്ത്. സീക്രട്ട് ഏജന്റ് ഇൻ കാർ അത് എൻറ്റയർലി ഡിഫറെന്റ് ആണ് സീക്രട്ട് ഏജന്റ് ഇൻ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറയട്ടെ, എനിക്കത് ഡൂഡാണ്, സീക്രട്ട് ഏജന്റ് അല്ല. ഞാൻ കണ്ട ഡൂഡും ഇപ്പൊ നിങ്ങൾ ആ ബിഗ് ബോസ് ഹൗസിനകത്ത് കാണുന്ന സായി കൃഷ്ണയും തമ്മിലും ഡിഫറൻസസ് ഉണ്ട്. എന്തെങ്കിലും ഉണ്ടാവാം, കാരണം ഐ നോ ഹിം വെരി 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 വെൽ. സോ അങ്ങനെ ഇപ്പോഴത്തെ ആ ഒരു ഗെയിമില് എന്തെങ്കിലുമൊക്കെ ആള് മൈൻഡിൽ കണ്ടിട്ടുണ്ടാവും. അത് ഐ എം ഡാം ഷുവർ അബൌട്ട് ഇറ്റ്. നമുക്ക് കണ്ടറിയാം. ഡേ 1 ആയതല്ലേ ഉള്ളൂ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് എന്താണ് വരുന്നതെന്നൊക്കെ ഉള്ളത് കണ്ടറിയാം. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ വീണ്ടും ഞാൻ വന്ന് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ.